കൊച്ചി കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥി പട്ടികയിലെ സെലിബ്രിറ്റിയാണ് ശശികല. രവിപുരം 10ാം വാർഡിൽ നിന്ന് രണ്ടാം തവണയാണ് ശശികല ജനവിധി തേടുന്നത്. സിറ്റിംഗ് കൌൺസിലർ കൂടിയായ ശശികല തന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രചാരണത്തിനിറങ്ങുന്നത്. കൊച്ചി കോർപ്പറേഷൻ സ്ഥാനാർത്ഥി പട്ടികയിലെ സെലിബ്രിറ്റിയാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. രവിപുരം 10ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ശശികല. ആളൊരു കഥകളി കലാകാരിയും കൂടിയാണ്. ചേച്ചി, സ്വാഗതം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു പ്രചാരണം? പ്രചാരണം നല്ല ചൂട് പിടിച്ചു പോകുന്നു. ഇന്ന് വൈകുന്നേരം എന്റെ കൺവെൻഷനാണ്. നാളെ മുതൽ വളരെ ചാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ ചിട്ടയായ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ കൌൺസിലിൽ അംഗമായിരുന്നു. ഈ ഡിവിഷനെ തന്നെയാണ് പ്രതിനിധീകരിച്ചത്. അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ എന്നോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ അത് രാഷ്ട്രീയത്തിലതീതമായി ജാതി മതങ്ങൾക്ക് ഭേദമായി അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ആൾക്കാർ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് പാർട്ടി രണ്ടാമത് നിശ്ചയിച്ചപ്പോൾ ഈ ജനറൽ ഡിവിഷനിൽ ഞാൻ ഫീൽഡ് ചെയ്യാനുള്ള ഒരു കാരണം. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്രയായിട്ടാണ് മത്സരിച്ചത്, പക്ഷെ ഇത്തവണ പാർട്ടി തന്നെ ജനറൽ സീറ്റ് തന്നിരിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷം ഇരട്ടിയല്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണയും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇതൊരു ജനറൽ സീറ്റാണ്. ഇവിടെ പുരുഷന്മാരെ ഫീൽഡ് ചെയ്യിക്കാം. പാർട്ടി ഒന്നായി എടുത്തൊരു തീരുമാനമാണ് ഈ ജനറൽ സീറ്റിൽ ഞാൻ തന്നെ ഫീൽഡ് ചെയ്യട്ടെ എന്നുള്ളത്. അത് വലിയൊരു ആഹ്ലാദമാണ്. കാരണം എന്താ വെച്ചാൽ സാധാരണ ജനറൽ സീറ്റിൽ അങ്ങനെ സ്ത്രീകൾ വരേണ്ട ഒരു ആവശ്യമില്ല. പുരുഷന്മാർക്ക് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളതാണ്. അപ്പൊ എന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തെ അത് പാർട്ടി കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതിനുള്ളൊരു അർത്ഥം. ഒപ്പം തന്നെ ഒരു സെലിബ്രിറ്റിയാണ്, സിനിമാ താരമാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ എത്തുന്ന വോട്ടർമാരിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സിനിമാ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അത് ആദ്യം ഫീൽഡ് ചെയ്യുമ്പോഴായിരുന്നു. ഇപ്പൊ ഞാൻ അവർക്ക് ശീലമായി. അപ്പോ അവർക്കറിയാം ഞാനൊരു കലാകാരിയാണ്, സിനിമയിൽ അഭിനയിക്കാറുണ്ട്, പരസ്യ ചിത്രങ്ങളിൽ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവർക്ക് നല്ല കൃത്യമായ ബോധമുണ്ട് ഞാൻ എന്തെല്ലാം ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത്. പിന്നെ കലയും ഇതും എങ്ങനെ കൊണ്ടുപോകുന്നു മാഡം എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ കല ഈശ്വരന്റെ വരദാനമാണ്. നമുക്ക് ഒരു പൈസ കൊണ്ടും വാങ്ങാൻ പറ്റാത്തൊരു സാധനം കല മാത്രമേ ഉള്ളൂ. അത് ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നൊരു ആളാണ് ഞാൻ. അതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. ഇപ്പൊ ഈ വൃശ്ചികോത്സവത്തിന് തൃപ്പൂണിത്തുറയില് ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട് കഥകളി. ഇതിന്റെ തിരക്കിലും ഞാൻ അതിന് സമയം കണ്ടെത്തുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം ഈ കല എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്താനുള്ള വലിയൊരു മാർഗമായിരുന്നു. അതുപോലെ തന്നെയാണ് പൊതുപ്രവർത്തനം നന്നായി ചെയ്താൽ അവരുടെ മനസ്സിൽ എന്നും നിറഞ്ഞു തന്നെ നിൽക്കും. അതും എനിക്കൊരു സംശയമില്ല. രാഷ്ട്രീയം, കല, ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കുഴപ്പിക്കുന്ന ചോദ്യമാണ്. രണ്ടും ഇഷ്ടമാണ്. രണ്ടും രണ്ട് തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞേ, കല എന്നെ കണ്ട് ഞാൻ പെർഫോം ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ച് ഒരു ആസ്വാദകരെ എന്നോടൊപ്പം ചെയ്യുകയാണ്. ഇവിടെ എന്റെ പൊതുപ്രവർത്തനത്തില് ഞാൻ ചെയ്തിട്ടുള്ള 5 വർഷത്തെ പ്രവൃത്തികൾ കണ്ടിട്ട് ഞാൻ അവരുടെ സ്വന്തമായി മാറുകയാണ്. അപ്പൊ രണ്ടും ശരിക്കും പറഞ്ഞാൽ ഒരു ഹരം തന്നെയാണ്. രണ്ട് തരത്തിലുള്ള ഹരമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്, ഇനി ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ഇനി വിജയിച്ചു വന്നാൽ എന്തൊക്കെയായിരിക്കും ഈ വാർഡിന് വേണ്ടി ചെയ്യുന്നതിന് എന്തൊക്കെ പ്ലാനുകളാണ്, എന്തൊക്കെ പദ്ധതികളാണുള്ളത്? വാർഡിൽ കുറെ കാര്യങ്ങൾ ശരിക്കും ചെയ്തു. ഒരു കൌൺസിലർ 6 വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഈ ഡിവിഷനിൽ സാധാരണക്കാരായ 6 പേരെ കണ്ടെത്തി പലരുടെയും സഹായത്തോടു കൂടി 6 വീട് വെച്ച് കൊടുക്കാൻ പറ്റി. അത് വലിയൊരു കാര്യമാണ്. ബ്രഹ്മപുരം കത്തിയപ്പോ കൊച്ചി നഗരസഭ പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതും ഫുഡ് വേസ്റ്റ് തരംതിരിക്കുന്നതുമായ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഞാൻ ഏറെക്കുറെ 410ഓളം ഫുഡ് വേസ്റ്റ് മാനുവറാക്കുന്ന ബിന്ന് ഫ്രീ ആയിട്ട് ഇവിടെ ഡിവിഷനിൽ കൊടുത്തു പലർക്കും. അതുപോലെ തന്നെ ആദ്യത്തെ RRF നഗരസഭയുടെ വന്നത് കൊച്ചി കോർപ്പറേഷന്റെ സ്ഥലം കണ്ടെത്തി. ആ സ്ഥലം കണ്ടെത്തി ഞാൻ മേയറെ അറിയിച്ചു ഇവിടെ ഒരു RRFന് സാധ്യതയുണ്ടെന്ന്. നഗരസഭ തന്നെ തെരഞ്ഞെടുത്ത ഗ്രീൻ വോംസ് എന്നുള്ള കമ്പനിയാണ് ഇവിടെ നടത്തുന്നത്. പക്ഷെ അതിന്റെ ഫണ്ട് CSR ഞാൻ തന്നെ തേടി നടന്ന് ഷിപ്പ്യാർഡ് ഒരു 25 ലക്ഷവും സിന്തൈറ്റ് ഗ്രൂപ്പ്, നിങ്ങൾ ആലോചിക്കണം, ഇവിടെയല്ല സിന്തൈറ്റ് കോലഞ്ചേരി ഭാഗത്തുള്ള വലിയൊരു സ്ഥാപനമാണ്. അവരുടെ CSR ഞാൻ അവിടെ പോയി അതിന്റെ MDയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. പ്രൊജക്ട് വെച്ചപ്പോൾ 43 ലക്ഷം രൂപ അവരും സഹായിച്ചിട്ടാണ് നമ്മുടെ RRF വന്നത്. അതുപോലെ റോഡുകൾ പലതും തന്നെ നിങ്ങൾ ഇവിടെ നടന്നു നോക്കിയാൽ മനസ്സിലാവും, പലതും വൃത്തിയാണ്. വേസ്റ്റ് എവിടെയും ഡംപ് ചെയ്യുന്നില്ല. ഈ അടുത്ത് ചെയ്തതാണ് നമ്മൾ CSR ഉപയോഗിച്ചുകൊണ്ട്, അതായത് കോപ്പറേറ്റീവ് സർവീസ് സൊസൈറ്റി ഇവിടെ മാണിക്കത്ത് റോഡിലുണ്ട്, അവരുടെ CSR ഉപയോഗിച്ചുകൊണ്ടാണ് ഏറെക്കുറെ 30ഓളം ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിവിഷനിൽ തന്നെയുള്ള RR ഇലക്ട്രോണിക്സ് രാമേന്ദ്രൻ
അവരാണ് ദിവാൻസ് കേബിൾ, അവരാണ് ഇതിന്റെ ഫൈബർ നെറ്റ്വർക്ക് ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ രവിപുരം ഡിവിഷൻ ക്യാമറ കണ്ണിൽ ആവാൻ പോവാണ് ഇനി. 13ഓളം ക്യാമറ വെച്ച് കഴിഞ്ഞു, ബാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എന്നാലും ഇനി എനിക്ക് വലിയൊരു മോഹമാണ്. ഇവിടെ നഗരസഭയുടെ സ്ഥലം കുറവാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ ഡിവിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടിയിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കിട്ടിയാൽ ഒരു വയോജനങ്ങളുടെ ക്ലബ്ബ്, അതുപോലെ സ്ത്രീകൾക്കുള്ള ഒരു ഫ്രീ ജിമ്മ്, പറ്റുമെങ്കിൽ ഒരു അക്ഷയോ ജനസേവാ കേന്ദ്രമോ കൊണ്ടുവരണം. അത് വലിയൊരു മോഹമാണ് എനിക്ക്. കൊച്ചി കോർപ്പറേഷനിലെ താരമായ കൗൺസിലർ, നിലവിൽ കൗൺസിലറാണ്, ഇപ്പോൾ വീണ്ടും ശശികല ജനവിധി തേടുകയാണ്. ശശികലയാണ് നവമിയോട് സംസാരിച്ചത്.